ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ ചിങ്ങവനം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റ് കേരളീയ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. കോട്ടയം ടൗണിൽ നിന്ന് ഉദ്ദേശം 9 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ചിങ്ങവനത്തുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ക്ഷേത്രസന്നിധി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം കേരളീയ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി പൂജാതി കർമ്മങ്ങൾ കൊണ്ടും നിർമ്മാണ ശൈലി കൊണ്ടും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. വടക്കേ ഇന്ത്യൻ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം അതിമനോഹരമാണ്. അതിമനോഹരമായ ചതുര ശ്രീകോവിലിനകത്ത് ചതുർബാഹു രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി ഉദ്ദേശം 5 അടിയോളം ഉയരമുള്ള ശ്രീ വെങ്കടേശ്വരൻ, അതായത് തിരുപ്പതി ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. തിരുപ്പതി ഭഗവാനോടൊപ്പം തന്നെ കിഴക്കോട്ട് ദർശനമായി ഭഗവാന്റെ പത്നിമാരായ പത്മാവതി, മഹാലക്ഷ്മി എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. ഭഗവാന്റെ പിന്നിലായാണ് അവരുടെ സ്ഥാനം. കൂടാതെ ഭഗവാന്റെ ഇടത് കാൽപാദത്തോട് ചേർന്ന് ബാലാജിയുടെ ചെറിയൊരു പ്രതിഷ്ഠയുമുണ്ട്. ഇത്രയുമാണ് പ്രധാന ശ്രീകോവിലിലെ പ്രതിഷ്ഠകൾ. കൂടാതെ ഭഗവാന്റെ ശ്രീകോവിലിന് നേർ അഭിമുഖമായി ഭഗവാന്റെ വാഹനമായ ഗരുഡന്റെ പ്രതിഷ്ഠയുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ചെറിയൊരു ശ്രീകോവിലിൽ മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ഗണപതി കോവിലിൻ്റെ ഇടതു ഭാഗത്തായി മറ്റൊരു ശ്രീകോവിലിനകത്ത് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയും, ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറെ മൂലയിൽ മറ്റൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് മറ്റൊരു ശ്രീകോവിലിനകത്ത് ശ്രീ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഈ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ പൂർണ്ണമായും വെള്ള മാർബിളിൽ തീർത്തതാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഇത്രയുമാണ് ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് പത്നി സമേതനായി വാഴുന്ന ദേവനും ദേവിമാരും ബാലാജിയും സർവ്വധനധാന്യ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അധിപരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാനെയും ഭഗവതിമാരെയും ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യ ദുഃഖങ്ങളും കടങ്ങളും അകന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ധനാഭിവൃദ്ധി കൈവരും എന്നാണ് വിശ്വാസം. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത കുറേ പേര് എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടു. എൻ്റെ അനുഭവത്തിലും അത് തന്നെയാണ്. കാരണം എൻ്റെ മോള് സ്ഥിരമായിട്ട് വരുമായിരുന്നു. ഞങ്ങൾ ഈ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. സ്ഥിരമായിട്ട് വന്ന് തൊഴുത് പോകാറുണ്ട്. ഒരു ദിവസം ഇതുപോലെ തൊഴാൻ വന്നിരിക്കും. അന്നേരം അകത്ത് ഭയങ്കര ഇരുട്ടാണ്. വലിയ ഇതൊന്നും ഇല്ലല്ലോ, വെട്ടമ്പളൊക്കെ ഒന്നും ഇല്ല എന്നൊന്നും. പെട്ടെന്ന് നോക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു മുഖം പെട്ടെന്ന് ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഒരു പ്രഭ പോലെ തോന്നി. അവളോർത്ത് ഇനിയും അവൾക്ക് തോന്നിയാണോ ലൈറ്റാണോ എന്താണെന്ന് ഒരു സെക്കൻഡേ അവൾക്ക് ആ കാഴ്ച കിട്ടിയുള്ളൂ. പെട്ടെന്ന് അത് മാറുക. കൊച്ചു പേടിച്ചു, ഇതെന്താ ഇങ്ങനെ വന്നേ. അവളൊന്നും വേണ്ടി ഓടി വന്നിട്ട് എന്നോട് അമ്മ ഞാൻ ഇങ്ങനെ കണ്ടു ഭഗവാന്റെ മുഖത്ത്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കേണ്ട, അതാ മോൻ്റെ അനുഗ്രഹം. മോൻ എന്താണോ അന്നേരം ഭഗവാനോട് പ്രാർത്ഥിച്ചത് ഒരു പക്ഷേ അത് മോന് സാധിച്ചു കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരിയാണ് ഇന്ന് എൻ്റെ മകൾ. പോസ്റ്റ് ഓഫീസിൽ അവൾക്ക് ജോലിയായി. അവൾ അവിടെ സ്ഥിരപ്പെട്ടു. ഇപ്പം തൃപ്പൂണിത്തുറത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൂടാതെ അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. അത് ഞങ്ങളോട് വന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കിയാൽ എനിക്ക് അത്രയും നല്ല രീതിയിൽ അവളെ അയച്ചു വിടാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ ആ കല്യാണം മംഗളമായിട്ട് എനിക്ക് നടത്തി കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷപ്പെടുത്തി വിടാൻ പറ്റി. പക്ഷേ അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതുപോലെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ഭഗവാൻ നടത്തി തരാം. ഒരൊറ്റ ഇതെ പിടിച്ച് അങ്ങ് പോകുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അത് ഞാൻ പ്ലാൻ ചെയ്ത രീതിയിൽ ഭഗവാൻ നമ്മളെ അതിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം എല്ലാവരോടും പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ എല്ലാം അതിൽ ഒരുപാട് പേര് ഈ ജോലിയുടെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെ ഇത് ഒരുപാട് പേർക്ക് അത് അനുഭവമായി. ജോലി ഭയങ്കരമായിട്ട് എനിക്കത് ഞാൻ ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ വിളിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരിക്കലും അതിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. അത്രയ്ക്ക് എനിക്ക് വിശ്വാസമാണ്. എൻ്റെ അനുഭവം പറഞ്ഞാൽ എനിക്ക് എന്ത് നല്ലത് നടന്നാലും ചീത്ത നടന്നാലും ഒരു സുഹൃത്തിനോട് പറയുന്നതുകൊണ്ടാണ് ഒന്ന് ഭഗവാനോട് പറയുന്നത്.
അപ്പം എനിക്കതിനൊക്കെ ഫലം കിട്ടാറുമുണ്ട്. ഞാൻ നമുക്ക് വിഷമിക്കേണ്ട സമയത്ത് വിഷമങ്ങൾ വരും, പക്ഷെ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ആ വിഷമങ്ങൾ ഭഗവാൻ മാറ്റിയിട്ട് നമ്മളെ അന്ന് വിഷമിച്ചാലും ഒരു പടി മേളിലേക്ക് നമ്മളെ ഉയർത്തി ഭഗവാൻ ഇരുത്തിയിട്ടുമുണ്ട്. അതെനിക്ക് അനുഭവമാണ്. നമ്മൾ ഒരു ബുദ്ധിമുട്ട് വരുന്ന സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഭഗവാനോട് വന്നിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ട് എല്ലാം ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ആ സമയത്ത് അല്ലെങ്കിൽ സ്വർണ്ണമായിട്ടൊക്കെ തന്നെ സഹായിക്കാനാണെങ്കിലും ആരെങ്കിലും നമ്മളവിടെ ഒരാളെ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് സഹായിക്കാൻ തരാനായിട്ട്. പിന്നെ ലോണൊക്കെ ആണെങ്കിലും നമുക്ക് മുന്നോട്ടൊക്കെ എല്ലാം നമുക്ക് പെട്ടെന്ന് പാസ്സായി കിട്ടി. ഇങ്ങനെയൊക്കെ എല്ലാം അതൊക്കെ ഞാൻ വിചാരിക്കുന്ന എല്ലാം ഭഗവാനോട് വന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അപ്പോൾ എനിക്കൊരു വീട് സ്വപ്നമാണ്. ആ വീട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ആ വീട്ടിൽ നിന്നുകൊണ്ട് ആ വീടിൻ്റെ പണി തുടങ്ങുന്ന സമയത്താണ് കൂടുതലായിട്ട് ഞങ്ങൾ ഇതിലേക്ക് ഭഗവാനിലേക്ക് അടുക്കുന്നത്. ഞങ്ങളിങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ലോൺ പെട്ടെന്ന് പാസ്സായി കിട്ടി. ഞങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇവിടെ വന്നതിന് ശേഷം അതുണ്ടായി. ഫർണിച്ചറിൻ്റെ ബിസിനസ് ഞങ്ങൾ ഷോറൂമൊക്കെ ഇട്ടു. കുറച്ച് കാലം അവിടെയൊക്കെ ബിസിനസ്സൊക്കെ നടത്തി. പിന്നെ അവിടെ വാടക ഇത്തിരി കൂടുതലായ കാരണം ഞങ്ങൾ ഷോറൂം നിർത്തി. അപ്പം ഞങ്ങൾ വേറൊരു വീടും ഷോറൂമായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കച്ചവടമൊന്നും വലിയ തെറ്റില്ല. നല്ല എൻ്റെ അനുഭവത്തിൽ എനിക്ക് നല്ല നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ എന്ത് വഴിപാടുണ്ടെങ്കിലും നമ്മുടെ മക്കളുടെ എന്തെങ്കിലും പിറന്നാളോ എന്തെങ്കിലും ആഘോഷം ഇതുണ്ടെങ്കിൽ അപ്പം ഞാനിവിടെ വന്ന് എന്തെങ്കിലും വഴിപാട് ചെയ്യും. സർവ്വ ഐശ്വര്യത്തിനും ധനാഭിവൃദ്ധിക്കുമായി ഈ ക്ഷേത്ര ദർശനം അത്യുത്തമമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഈ കേരളത്തിലെ ഏക തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാന ശ്രീകോവിലിൽ 4 പ്രതിഷ്ഠയായിട്ട് നമുക്ക് വരുന്നത്, ഒന്ന് ഭഗവാന്റെ വെങ്കിടാചലപതി, പുറകിലായിട്ട് പത്മാവതി ദേവി, ലക്ഷ്മി ദേവിയാണ് ഇരിക്കുന്നത്. പിന്നെ ഭഗവാന്റെ മൂലവിഗ്രഹമാണ് നമ്മുടെ മുൻപിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഉണ്ണിക്കണ്ണനെ പോലെ തന്നെ ഇരിക്കുന്നത്, ബാലാജിയുടെ രൂപത്തിൽ കയ്യിലൊരു ശകലം വെണ്ണയുമായിട്ടിരിക്കുന്ന ഭഗവാന്റെ ഒരു ഭാവത്തിൽ സന്തോഷിച്ച് നമ്മളാരും വന്ന് തൊഴുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഭഗവാനെ കാണാൻ അപൂർവ ഭാഗ്യമുള്ളവർ അവിടെ നിന്ന് തൊഴുമ്പോൾ ഭഗവാനെ കാണാൻ പറ്റും. തിരുപ്പതി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ നാരായണ ദമ്പതി പൂജ എന്ന പൂജയാണ്. നമ്മുടെ ഈ പൂജ വിവാഹ തടസ്സം, ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഉള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിന് പരിഹാര നിവാരണാർത്ഥം ഇവിടെ വന്ന് 7 പ്രാവശ്യം കഴിച്ച് പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ ഇവിടെ കുബേര മന്ത്രാർച്ചന എന്ന് പറയുന്ന വഴിപാട് പ്രാധാന്യമുള്ളതാണ്, കുബേര ഭഗവാനുള്ളത്. പിന്നെ ഇവിടുത്തെ ഗണപതി ഹോമത്തിൽ, അതായത് ഇവിടെ കുബേരമന്ത്രാർച്ചന കഴിക്കുകയാണെങ്കിൽ ഒരു ഗണപതി ഹോമം കഴിച്ച് ആ കൂട്ടത്തിൽ വേണം കുബേരമന്ത്രാർച്ചന കഴിക്കാൻ. അതും ഒരു 6 പ്രാവശ്യം കുറഞ്ഞത് കഴിച്ചാൽ സാമ്പത്തികമായിട്ട് നമുക്ക് വരാനിരിക്കുന്ന
നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ധനം തിരിച്ച് വരുന്നതായിട്ട് ഇവിടെ വന്ന പല ഭക്തരും അവരുടെ അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നെയ്വിളക്ക് പ്രാധാന്യമാണ് ഭഗവാന്. പിന്നെ ഇവിടെ ആഞ്ജനേയ സ്വാമിയുണ്ട്. അദ്ദേഹത്തിന് വെറ്റിലമാലയും മാസത്തിൽ എല്ലാ ശനിയാഴ്ചകളും ഭഗവാനെ വന്ന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സകല ദുരിതങ്ങൾക്കും സകല രോഗപീഠകൾക്കും നല്ലതാണ്. എല്ലാത്തിൽ നിന്നും മുക്തി കിട്ടാൻ വേണ്ടി ഭഗവാന്റെ അടുക്കെ ധാരാളം ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ എല്ലാ ദേവതകൾക്കും സാധാരണ അർച്ചന അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ മാത്രമാണ്. നമുക്ക് ഉപദേവതകൾ ഇവിടെ നമ്മൾ പ്രാധാന്യമുള്ളത് ഹനുമാൻ സ്വാമിക്കും പിന്നെ ഒരു ഭദ്രകാളി സാന്നിധ്യമുണ്ട്. അതിനി ഭാവിയിൽ നമ്മൾ നടയായിട്ട് വരും. ഇപ്പോൾ ഭദ്രകാളിയുടെ സാന്നിധ്യമായിട്ട് നമ്മൾ അഗ്നികോണിൽ ഉണ്ട് ഒരു കല്ലിൽ ആവാഹിച്ച് നിർത്തിയിരിക്കുകയാണ്. കാലക്രമേണ ക്ഷേത്രത്തിൽ നമ്മളത് ഒരു കോവിലായി പുരോഗമിച്ച് വരുന്ന കാലത്ത് പണിയാം എന്നുള്ള വ്യവസ്ഥയിലാണ് അമ്പലം പോകുന്നത്. ഇവിടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ തിരുപ്പതി ഭഗവാൻ വെങ്കടാചലപതിക്ക് വിശേഷമുള്ള എല്ലാ ദിവസങ്ങളും ഇവിടെ വിശേഷമാണ്. നമ്മുടെ ഇവിടുത്തെ വിശേഷം ഉള്ള ദിവസം വ്യാഴാഴ്ച ദിവസവും ശനി ഞായർ എന്നീ ദിവസങ്ങളിലാണ് ഏറ്റവും വിശേഷമുള്ള ദിവസങ്ങൾ. ഇവിടെ ഒരു നേരമേ ഉള്ളൂ പൂജ. രാവിലെ 6-ന് നട തുറന്ന് 10 മണിക്ക് നടയടയ്ക്കും. നമ്മുടെ പൂജ വരുന്നത് 9 മണിക്കാണ്. ഞാനിപ്പോൾ ഇവിടെ ചാർജ് എടുത്ത ശേഷം പല ആൾക്കാരും ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവർക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം വരാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ചിലപ്പോൾ ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം വന്ന് ഭഗവാനെ വന്ന് തൊഴും ദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ. നമുക്കിവിടെ നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാടെന്ന് പറഞ്ഞാൽ നാരായണ ദമ്പതി പൂജയാണ്. ആ പൂജയിലാണ് നമ്മുടെ സകല അതായത് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളെ കല്യാണം കഴിക്കാതെ വരുന്ന ആൾക്കാർക്കുള്ള ദോഷപരിഹാരങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും നടക്കുന്ന നാരായണ ദമ്പതി പൂജ കഴിച്ചു കഴിഞ്ഞാലാണ് അതിന് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി ഇവിടെ കണ്ടു വന്നിട്ടുള്ളത്. കഴിക്കുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഫലങ്ങൾ കിട്ടുന്നുള്ളതും. പിന്നെ ഭഗവാനെ കാണാൻ വരുമ്പോൾ നമ്മൾ വെറും കൈയായിട്ട് വരരുത്. ഭഗവാൻ എന്തെങ്കിലും ഉപകാരം കൊണ്ടു കൊടുക്കണം. ഭഗവാൻ അങ്ങോട്ട് നമ്മൾ ഒരു നാണയം കൊടുത്താൽ തിരിച്ച് നമുക്ക് 100 ഇരട്ടി തരും. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഭഗവാന്. നമ്മളൊരു പഴം കൊണ്ട് കൊടുത്താൽ നമുക്കതിൻ്റെ ഇരട്ടി നമുക്ക് ഭഗവാൻ കൊണ്ട് തരും. അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കൊണ്ട് ഭഗവാന് കൊടുത്താൽ ഭഗവാന് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കിവിടെ കാണിക്കുവാഞ്ചിയിൽ ഭഗവാന്റെ അതുപോലെ തന്നെ നമ്മൾ പണക്കിഴിയിടുന്ന ഒരു ചെറിയ ഒരു സംവിധാനമുണ്ട്. ഭഗവാന്റെ അടുക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ശക്തിക്കൊത്ത വഴിപാടാണ് ഭഗവാന്റെ അടുക്കെ കഴിക്കാൻ നമ്മൾ പറയത്തുള്ളൂ. അല്ലാതെ വലിയ കാര്യങ്ങൾ പറയുന്നില്ല. ഇങ്ങനെയുള്ള ശക്തിക്കുള്ള വഴിപാടുകൾ കഴിച്ചാൽ ഭഗവാൻ ഭക്തരിൽ ഭയങ്കര തൃപ്തനാണ്. ഒന്ന് വന്ന് തൊഴുത് ഭഗവാനോട് കാര്യം പറഞ്ഞു ഒരു മാലയൊക്കെ കുഞ്ഞ് കൊണ്ട് കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേനും അവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന് ഉദ്ദേശം 80 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് എന്ന സ്ഥാപനത്തിൻ്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം. വടക്കേ ഇന്ത്യയിൽ നിന്നും വന്നവരായിരുന്നു ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് എന്ന കമ്പനിയുടെ ഉടമകൾ. ആ കമ്പനി ഉടമകൾ അവർക്കും അവരുടെ കമ്പനി ജീവനക്കാർക്കും വേണ്ടി ആദ്യകാലത്ത് നിർമ്മിച്ച ഭജനകേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രം. വടക്കേ ഇന്ത്യയിൽ നിന്നും പ്രസിദ്ധരായ ആചാര്യന്മാരെത്തിയാണ് സർവ്വധനധാന്യ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നിറകുടങ്ങളായ തിരുപ്പതി ഭഗവാനെയും ഭക്തിമാരെയും ഈ ക്ഷേത്ര ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിച്ചത്. അന്ന് ഈ ക്ഷേത്രത്തിനകത്തേക്ക് നാട്ടുകാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കമ്പനി അധികാരികൾക്കും കമ്പനി ജീവനക്കാർക്കും മാത്രമായിരുന്നു പ്രവേശനം. എന്നാൽ 1999 ജനുവരി 11 കമ്പനി അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളും പൂജാതി കർമ്മങ്ങളും എന്നേക്കുമായി നിലച്ചു. പിന്നീട് 2020 ഏപ്രിൽ 14 ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നാട്ടുകാർ ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയായിരുന്നു. ഇത് ഏറ്റെടുക്കാനുള്ള കാരണം ഞാനും എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സുഭാഷ്, എൻ്റെ ചേട്ടച്ചാരാണ്. അദ്ദേഹം കൂടെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഇവിടെ കാട് പിടിച്ചൊരു രീതിയായിരുന്നു. അപ്പോൾ ഞാനും അദ്ദേഹം ഇവിടെ വരുന്നു, തൊഴുന്നു. അന്ന് തിരുമേനി ഇവിടെ വേണ്ടി വിളക്ക് മാത്രം കത്തിച്ച് വെക്കുന്നൊരു രീതിയായിരുന്നു. ഞങ്ങളത് കണ്ടിന്യൂസ് ആക്കി. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ തൊഴാൻ വരുന്നു. അങ്ങനെ ഞാനും അദ്ദേഹം കൂടെയാണ് ഈ ക്ഷേത്രത്തിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പരിസര പ്രദേശത്തുള്ള ജനങ്ങളെ പോയി കാണുകയും അവരുടെ സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അവരതിനകത്ത് സഹകരിക്കാമെന്ന് പറയുകയും അതിനുശേഷം ഞങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. സ്ഥിര
പൂജയില്ലാന്ന ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ രാവിലെ പൂജ ഞങ്ങളുടെ ഒരു പരിശ്രമം കൊണ്ട് ഉണ്ടാകുകയും അതിനുശേഷം അത് രാവിലെയും വൈകിട്ടുമായി തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ ഭരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പം ഏകദേശം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ട് 5 വർഷത്തോളമായി. ഈ 5 വർഷക്കാലമായിട്ട് ഒരു 2 ഭരണസമിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലൊരു 3 വർഷക്കാലമായിട്ട് ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ ഭരണസമിതി ഒന്നും ഇല്ലാതെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു 3 മാസമായിട്ട് ശ്രീപദം തന്ത്രവിദ്യാപീഠം എന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രം പ്രവർത്തിച്ചു പോകുന്നത്. അവർ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിന് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിസര പ്രദേശത്തുള്ള എല്ലാ ഭക്തരും ഇതിനകത്ത് ഈ ക്ഷേത്രം ഇങ്ങനെ ആകാൻ കാരണക്കാർ അവരും കൂടെയാണ്. ഞങ്ങളുടെ എല്ലാ ഒരു പരിശ്രമത്തിൻ്റെ പുറകിൽ അവരുടെ ഒരു വലിയ പരിശ്രമം തന്നെയുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിട്ടിരിക്കുന്ന രഞ്ജിത്ത് തിരുമേനിയാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രം ഈ ഒരു രീതിയിലേക്ക് വന്നത്. ക്ഷേത്രത്തിൻ്റെ വികസനം ഞങ്ങൾ ഏകദേശം തീരുമാനിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. പക്ഷേ എങ്ങും എത്താത്തൊരവസ്ഥയാണ്. കാരണം എല്ലാത്തിനും സാമ്പത്തികമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. വ്യാഴവും ഞായറും മാത്രം ദർശനം അല്ലെങ്കിൽ ദർശനം നടത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. വേറെ ദിവസങ്ങളിലൊന്നും ഭക്തർ വലുതായിട്ടില്ല. വ്യാഴവും ഞായറും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു സാമ്പത്തികം വെച്ച് നമുക്ക് ഇവിടുത്തെ ഒരു വികസനത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തുടരെ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഒരു ഊട്ടുപുര, നല്ലൊരു തിടപ്പള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഭയങ്കര ശോചനീയാവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ദേവസ്വം ആയിട്ടിരിക്കുന്ന ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് വരുന്ന കാലങ്ങളിൽ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ഭക്തന്മാരുടെ കയ്യിലാണ്. അവർ ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം തുലാമാസത്തിലെ ദീപാവലിയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവമായി ആഘോഷിച്ചു വരുന്നത്. അന്നേ ദിവസം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അതിവിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് ഈ ഉത്സവം ഇവിടെ കൊണ്ടാടുന്നത്. നമ്മൾ ഇവിടെ ദീപാവലിയാണ് നമ്മുടെ പ്രധാന ഉത്സവമായിട്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ തന്ത്ര രാജരത്നം ശ്രീ രഞ്ജിത്ത് തന്ത്രികളുടെ നേതൃത്വത്തിലും പിന്നെ ക്ഷേത്രം മേൽശാന്തി അജിത്ത് തിരുമേനിയുടെ കാർമ്മികത്വത്തിലുണ്ടായിരുന്ന ജഗന്മോഹന ഗണപതി ഹോമം അതിലാണ് നമ്മൾ തുടങ്ങിയത്. ജഗന്മോഹന ഗണപതി ഹോമത്തിന് ശേഷം പരികലശ പൂജ, ബ്രഹ്മകലശ പൂജ, പരികലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, പുഷ്പാലങ്കാരം, മഹാകുംഭാഭിഷേകം. ദീപാവലി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ട് നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ എല്ലാ മാസവും തിരുവോണ നാൾ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച നമ്മൾ ഇതുപോലെ തന്നെ അന്നദാനം, പ്രസാദൂട്ട് ഒക്കെ നടത്തുന്നുണ്ട്. തുടർന്ന് വൈകിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ കൃഷ്ണൻകുന്ന് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഒരു ഘോഷയാത്ര, വർണ്ണാഭമായൊരു ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഘോഷയാത്ര എത്തിച്ചേർന്നതിന് ശേഷം മഹാനിവേദ്യം ഉണ്ടായിരിക്കുന്നതാണ്. മഹാനിവേദ്യത്തിന് ശേഷം ക്ഷേത്രത്തിൽ വർണ്ണാഭമായ ദീപക്കാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയുമാണ് ഞങ്ങൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏക ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ധനാധിപനായ ശ്രീ വെങ്കടാചലപതിയെയും ബാലാജിയെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും ധനധാന്യ സമ്പൽ സമൃദ്ധിയുടെയും നിറകുടങ്ങളായ പത്മാവതി, മഹാലക്ഷ്മി എന്നീ ദേവിമാരെയും ദർശനം ചെയ്യുവാനായത് മഹാഭാഗ്യമായി കരുതുന്നു. വരും നാളുകളിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ
ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി